ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് തന്നെ നമുക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ETF ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിരിക്കുന്നത് ലോങ് ടൈമിന് പറ്റിയ ഒരു നല്ല സ്റ്റോക്കിൻ്റെ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ്. പലരും നെറ്റ് വെബും കൈനസും ഒക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് സ്റ്റോക്കുകളാണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത്. അത് നല്ല രീതിയിൽ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. 33% റിട്ടേൺ കിട്ടിയെന്നൊക്കെ പലരും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ അതുപോലെ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത ആഴ്ച തന്നെ ചെയ്യാം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ആവോളം പോന്നോട്ടെ, ഒരു ഉപേക്ഷയും വിചാരിക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടെ ഒന്ന് ചെയ്തേക്ക്, വീഡിയോ മിസ്സാകണ്ട. നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്തോളൂ. ഡിമാറ്റ് അക്കൗണ്ടൊക്കെ എടുക്കാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ETF വീഡിയോ ഇത് ആദ്യമായിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. എങ്ങനെ ETF ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ പഴയ വീഡിയോയിലുണ്ട്. അതുകൊണ്ട് അതൊന്നും നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ഇനി നിങ്ങളുടെ ശ്രദ്ധ ഞാൻ സ്ക്രീനിലേക്ക് ക്ഷണിക്കുകയാണ്. HD ക്വാളിറ്റിയിൽ ഇട്ട് കാണുക. എക്സലിലാണ് നമ്മുടെ വർക്ക് നടക്കുന്നത്. നിലവിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 213 ETFകളും ഇവിടെയുണ്ട്. ഇതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ 214 കാണാം. ഒന്ന് അതിൻ്റെ പേരൊക്കെ എഴുതിയ ഹെഡിങ് ഒക്കെയാണ്. അപ്പോൾ 213 ETFകളും ഇവിടെയുണ്ട്. ഇനി ഈ ETF നിന്ന് നമ്മൾ എലിമിനേറ്റ് നടത്തുകയാണ്, ആ പ്രോസസ്സിലേക്ക് കിടക്കുകയാണ്. അതായത് നമുക്ക് ഏറ്റവും നല്ല ഒരു 10 അതിൽ കൂടുതൽ ETF ആണ് വേണ്ടത്. എലിമിനേഷൻ പ്രോസസ്സിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇവിടെ ഈ സബ് സെക്ടറുണ്ട്. 3 സെക്ടറിലുള്ള ETFകളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 1 ഡെപ്റ്റ്, 2 ഇക്വിറ്റി, 3 ഗോൾഡ്. അതായത് സബ് സെക്ടറാണ്. ഇതിൽ സിൽവറൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, കമ്മോഡിറ്റി ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു സബ് സെക്ടറിൽ അതൊന്നും സെപ്പറേറ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഒഴിവാക്കുന്നത് ഡെപ്റ്റാണ്. ഡെപ്റ്റ് എന്തുകൊണ്ട് ഒഴിവാക്കുന്നു എന്ന് ചോദിച്ചാൽ, ഡെപ്റ്റിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഒരു വർഷം 7%. 6 to 7% ഒക്കെ അതിൻ്റെ റിട്ടേൺ കിട്ടുന്നുള്ളൂ. ഇതിലും കൂടുതൽ റിട്ടേൺ ഇപ്പോൾ FDയിൽ കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഈ ഡെപ്റ്റ്, അതായത് ബോണ്ട് എന്ന് പറയും, ഭാരത് ബോണ്ട് എന്ന് പറയും, ഈ ഭാരത് ബോണ്ടുകൾ നമ്മളിവിടെ ഒഴിവാക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് 1 ഇയർ റിട്ടേൺ കാണാം, 7%. അതേപോലെ തന്നെ ഇവിടെ 6 മന്ത് റിട്ടേൺ 4%, 5% അങ്ങനെയാണ്. 1 മന്ത് റിട്ടേൺ 1%, 1 വീക്ക് റിട്ടേൺ 0 ചിലതൊക്കെ ജസ്റ്റ് 1%ലേക്ക് പോന്നിട്ടുണ്ട്. 1 ഡേ റിട്ടേൺ ഒന്നുമില്ല. എക്സ്പെൻസ് റേഷ്യോ ഇല്ല കേട്ടോ, ഭാരത് ബോണ്ടിന് എക്സ്പെൻസ് റേഷ്യോ ഇല്ല. അത് ഈ ഒരു കോളത്തിൽ കാണാം. ഇനി നമുക്ക് ഈ കോളവും ഈ പേരൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇത് നെയിം എന്ന് പറയുന്നത് നമ്മുടെ ETFൻ്റെ ഫുൾ ഫോമാണ്. ഷോർട്ട് നെയിം എന്ന് പറയുന്നത് ഇതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഈ പേരാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്ത് ഡിമാറ്റ് അക്കൗണ്ടിൽ അടിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഏത് ഡിമാറ്റ് അക്കൗണ്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിലും ഈ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് വരുന്നത് പോലെ ഈ ETF വരും. നേരെ അവിടെ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ക്ലോസിംഗ് പ്രൈസ് ഇവിടെ കാണാം. ഇതൊരു 3-4 ദിവസം മുമ്പത്തെ ക്ലോസിംഗ് പ്രൈസാണ് കേട്ടോ. കാരണം ഞാൻ ഈ ഡേറ്റ എടുത്തിട്ട് നല്ല രീതിയിൽ പഠിച്ച് സോർട്ട് ചെയ്താണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് ദിവസം പിടിച്ചു. അതായത് ഇന്നെടുത്ത പ്രൈസ് അല്ല, ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് അല്ല, 3-4 ദിവസത്തെ മുമ്പത്തെ ക്ലോസിംഗ് പ്രൈസാണ് ഈ കാണുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, ഇന്ന് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. 3-4 ദിവസം, ഒരാഴ്ച മുമ്പൊക്കെ എടുത്താലും നമുക്ക് നല്ല ETFകൾ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ETFകൾ ചിലപ്പോൾ കാലാകാലങ്ങളിൽ ചെറിയ വ്യത്യാസം വരാം കേട്ടോ. ഇന്ന് നമ്മൾ നല്ലതായി കാണുന്ന ETF ആയിരിക്കില്ല ചിലപ്പോൾ 1 മാസം കഴിഞ്ഞ് നല്ലതായി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇതിലും ഷോർട്ടാക്കിയിട്ട് ഇപ്പോൾ ഞാൻ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത്. പക്ഷേ ഇനി നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇത്രയും എക്സ്പാൻഡ് ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് തന്നെ എക്സ്പ്ലനേഷൻ വളരെ കുറച്ചിട്ട് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ 1 മാസം കഴിഞ്ഞിട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയത്തില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ ഇടുക കേട്ടോ. ചില സബ്ജക്റ്റൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ഇഷ്ടമല്ലാത്തത് നമ്മൾ കൂടുതൽ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അത് പറയുന്നത്. നിർബന്ധമായിട്ടും അങ്ങനത്തെ വേണമെങ്കിൽ കമൻറ്റിലിടുക. എന്നാൽ എല്ലാ മാസവും നമുക്ക് ഈ ഒരു ETFൻ്റെ ഇവാലുവേഷൻ നടത്താനായിട്ട് സാധിക്കും. അതായത് ഓരോ മാസം ചെല്ലും തോറും, അത് ഈവൻ ഓരോ ആഴ്ച പോലും ETFകൾ അതിൻ്റെ പൊട്ടൻഷ്യൽ വേരി ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ആഴ്ചയും എടുക്കണമെന്നില്ല, ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും അങ്ങനെ ഒരു വാല്യുവേഷൻ നടത്തി കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇടുക. ഞാൻ എന്തായാലും അത് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ 1 ഇയർ റിട്ടേൺ, ഒരു വർഷത്തെ ഈ ETF തന്ന റിട്ടേൺ ആണ് നമുക്ക് ഈ ഒരു കോളത്തിൽ കാണാൻ പറ്റുക. ഇത് 6 മാസത്തെ റിട്ടേൺ, ഇത് 1 മാസത്തെ റിട്ടേൺ, ഇത് 1 ആഴ്ചത്തെ റിട്ടേൺ, ഇത് 1 ദിവസത്തെ റിട്ടേൺ. ലാസ്റ്റ് കോളം എക്സ്പെൻസ് റേഷ്യോ. എക്സ്പെൻസ് റേഷ്യോ എങ്ങനെയാണ് ETFൽ അഫക്റ്റ് ആകുന്നത് എന്നുള്ള വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് വീഡിയോ അല്ല, ഒരു വീഡിയോയിൽ മിക്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറ്റുമെങ്കിൽ അത് സെപ്പറേറ്റും കൂടെ ഒരു 1-2 വീഡിയോ അല്ല ക്യാപ്സ്യൂൾ പരുവത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനിയിപ്പോൾ നേരെ നമ്മുടെ ഫിൽട്രേഷനിലേക്ക് കിടക്കുകയാണ്.
ഞാൻ ആദ്യമായിട്ട് ഈ ഹെഡിങ് ഒന്ന് ഫ്രീസ് ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് മുകളിലേക്ക് കയറിപ്പോകും. അതുകൊണ്ട് ആ ഹെഡിങ് നമുക്കൊന്ന് ഫ്രീസ് ചെയ്യാം. അതിനായിട്ട് വ്യൂവിൽ ക്ലിക്ക് ചെയ്തു ഫ്രീസ് പാനൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീസ് സ്റ്റോപ്പ് റോ കൊടുക്കുക. സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ എക്സലും പഠിച്ചിരിക്കണം അല്ലേ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹെഡിങ് അവിടെ നിൽക്കും. അത് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് ഓരോന്നും ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ സബ് സെക്ടർ ഇതിൽ ഡെപ്റ്റ് ഒഴിവാക്കാം. ഡെപ്റ്റ് നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഡെപ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ETF-കൾ നമുക്ക് ആവശ്യമില്ല, അത് നമ്മൾ ഒഴിവാക്കുകയാണ്. അതിനായിട്ട് സബ് സെക്ടറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡേറ്റ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽറ്റർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് നിങ്ങൾ പഠിക്കണം നിർബന്ധമില്ല. ഇനി നന്നായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ആ പ്രോസസ്സ് കാണിക്കുന്നേ ഉള്ളൂ. സബ് സെക്ടറിൻ്റെ താഴെ ഒരു ചെറിയ ആരോയുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇക്വിറ്റിയും ഗോൾഡും അൺടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കണ്ടില്ലേ ഡെപ്റ്റിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ കുറേ ഉണ്ടല്ലേ. മ്യൂച്വൽ ഫണ്ട് ETF ആണ്. ETF എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ഈ സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഞാനങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. അതിൻ്റെയൊക്കെ റിട്ടേൺ കണ്ടില്ല വളരെ കുറവാണ്, നമുക്കിത് വേണ്ട. ഇനി നമുക്ക് ഡിലീറ്റ് റോ കൊടുക്കുന്നു. എല്ലാം ഡിലീറ്റായി. ഇതിന് ശേഷം നമ്മൾ ഫിൽറ്ററിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ടോട്ടൽ 180 ETF-കൾ വന്നു. ഇത്രയും ETF-ൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഒരു വർഷം ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടിയിട്ടുള്ള ETF-കൾ എടുക്കാം. 1 ഇയർ റിട്ടേൺ. അതിനായിട്ട് വീണ്ടും നമ്മൾ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്തു. 1 ഇയറിൻ്റെ താഴെ ചെറിയൊരു ആരോ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സോർട്ട് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും കൂടുതൽ ലാഭം തന്നിട്ടുള്ള ETF-കൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും കൂടുതൽ ലാഭം തന്നത് നമ്മുടെ CPSE ETF ആണ്. ഞാൻ അവിടെ ഒരു കളർ കൊടുക്കാം, ഒരു യെല്ലോ കളർ കൊടുക്കാം. കണ്ടില്ലേ, ഈ CPSE ETF മൊത്തത്തിലൊരു യെല്ലോ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ETF-ൻ്റെ ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 116%. 6 മാസത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 49%. ഒരു മാസത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 10%. ഒരു ആഴ്ചത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 7%. ഒരു ദിവസത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 1%. അതായത് ഇതിൻ്റെ റിട്ടേൺ അമേസിംഗ് ആണ്. CPSE എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗവൺമെൻറ് കമ്പനികളാണ്. അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. അന്ന് തൊട്ട് ഗവൺമെൻറ് കമ്പനികളൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ETF-ലുള്ള സ്റ്റോക്കുകൾ ഏതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിലും ഇതിൻ്റെ പിയേഴ്സ് മനസ്സിലാക്കണമെങ്കിലും നമുക്ക് 2-3 സൈറ്റുകളുണ്ട്. അതിൽ ഒന്ന് വാല്യൂ റിസർച്ച് എന്ന് പറയുന്ന സൈറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ CPSE ETF എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ETF എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഒന്നും വന്നില്ല. ഇതാ CPSE ETF, അതൊരു സ്പേസ് ഇടണമായിരുന്നു. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ചാർട്ടും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണാം. നല്ല സൂപ്പർ ചാർട്ടാണ് കേട്ടോ, കയറി പോകുന്ന കണ്ടില്ലേ. ഇതിൻ്റെ 5 ഇയർ ചാർട്ട്, 10 ഇയർ ചാർട്ട്, ഓൾ ഡേറ്റ, ഓൾ ചാർട്ട്, ഇതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഗവൺമെൻറ്റിന് എന്തെങ്കിലും പറ്റിയാൽ ഈ ETF താഴെ പോകും, ശ്രദ്ധിക്കുക. അപ്പോൾ ഗവൺമെൻറ് ഓക്കെ ആണെങ്കിൽ ഇത് ഓക്കെ ആണ്. പിന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കുന്ന ETF ആണ്, ഇപ്പോഴും കയറുന്നുണ്ട്. ഇനി ഈ പോർട്ട്ഫോളിയോ ബ്രേക്ക് ഡൗൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. നമ്പർ ഓഫ് സ്റ്റോക്സ് 11 സ്റ്റോക്ക് മാത്രമേ ഈ ഒരു ETF-ൽ ഉള്ളൂ. ഇത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് തരുന്നതാണ്. ഒന്ന് മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ബാക്കി എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇനി ഓരോ ETF-നെ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയിട്ട് ചെയ്യാം. ടോപ്പ് ഹോൾഡിംഗ് 11 കമ്പനികളേ ഉള്ളൂ. ഒന്നാമത്തെ കമ്പനി പവർ ഗ്രിഡാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത NTPC, കോൾ ഇന്ത്യ, BEL, ONGC, NHPC, ഓയിൽ ഇന്ത്യ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, SJVN, NBCC, NLC ഇന്ത്യ. അപ്പോൾ ഇത്രയുമാണ് ടോപ്പ് 10 കമ്പനികൾ. മൊത്തം 11 കമ്പനികളേ ഉള്ളൂ. മൊത്തം 3 സെക്ടറുകളാണ് ഇതിലുള്ളത്. എനർജി ഉണ്ട്, ഇൻഡസ്ട്രിയൽസ് ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്. ഈ 3 സെക്ടറുകളാണ് ഇതിലുള്ളത്. അതിൻ്റെ പേഴ്സൻറ്റേജും കാര്യങ്ങളും ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ ആവശ്യം എന്താണ്? ഒരു ETF, ഏറ്റവും നല്ല ETF കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് CPSE ETF നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ ഓർക്കുക, ഇത് താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ആവറേജ് ചെയ്യേണ്ട. ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മതി. ഇതിൽ പ്രോഫിറ്റിലേക്ക് പോവുകയാണെങ്കിൽ പ്രോഫിറ്റ് എടുക്കാം, വീണ്ടും താഴെ വന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാം. പൈസ മൊത്തം ഈ ETF-ൽ ഇടരുത്. കാരണം ഇത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ETF ആണ്. ഗവൺമെൻറ്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് താഴെ പോവും. ഗവൺമെൻറ് കമ്പനികളാണ് ഇതിലുള്ളത്. എന്നാൽ ഗവൺമെൻറ് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഈ ETF നല്ല രീതിയിൽ മുകളിലേക്ക് പോകും. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 94 രൂപയാണ്. അത് തിങ്കളാഴ്ചത്തെ വിലയായിട്ട് വ്യത്യാസം ഉണ്ടാകും കേട്ടോ, ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ഞാൻ 4 ദിവസം മുമ്പാണ് ഡേറ്റ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 50% മുകളിൽ 1 ഇയർ ലാഭം കിട്ടിയിട്ടുള്ള ETF-കൾ നമുക്ക് സെലക്ട് ചെയ്താലോ? ഒരുപാട് ETF-കളുണ്ട് അല്ലേ. ഞാനിവിടെ നോക്കുമ്പോൾ ഏകദേശം അത് 50, 44, ഓക്കെ 50% വരെ ഉള്ളത്
47. അപ്പോൾ 46 ഇ ടി എഫുകളുണ്ട്. 46. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ 46 ഇ ടി എഫുകൾ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. കാരണം ഇത്ര ഇ ടി എഫേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. ഇതിലും താഴെയുള്ളത് പരിഗണിക്കാതിരിക്കേണ്ടതില്ല. എന്നാലും നമുക്ക് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി 47 ഇ ടി എഫുകൾ ഇത്രയും മതിയാവും കേട്ടോ. ഇത് തന്നെ ഒരുപാടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. 47 എന്നുള്ളത് 46 ഇ ടി എഫ്. അപ്പോൾ ഇത്രയും ഇ ടി എഫുകൾ ഞാൻ ഒരു കളർ കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് ഈ യെല്ലോ തന്നെ കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ ഒരു വർഷമായിട്ട് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത 46 ഇ ടി എഫുകളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ 46ലും ഇൻവെസ്റ്റ് ചെയ്യണോ? വേണ്ട. ഇതിൽ ചില സെക്ടറുകൾ ചിലപ്പോൾ താഴേക്കും പോയിട്ടുണ്ടാവും. അപ്പോൾ ഒരു വർഷം ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടിയതാണ്. ഇനി 6 മാസം ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടിയിട്ടുള്ള ഇ ടി എഫുകൾ നമുക്ക് പരിഗണിക്കാം. 6 മാസം ഒരു 25% വെച്ചിട്ട് നോക്കാം അല്ലേ. അതിനായിട്ട് ഇവിടെ ഈ 6 മന്ത് എന്നുള്ളിടത്ത്, അല്ലെങ്കിൽ വേണ്ട, ഈ ഡേറ്റയിൽ ക്ലിക്ക് ചെയ്ത് ഒന്നും കൂടെ ഫിൽറ്റർ കളഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഫിൽറ്റർ എടുക്കാം. എന്നിട്ട് ഈ 6 മന്ത് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് സോർട്ട് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 6 മാസമായിട്ട് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടിയിട്ടുള്ള ഇ ടി എഫുകൾ കണ്ടോ. ചിലത് 50% റിട്ടേൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. CPSE ETF 50% റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 25-ന് മുകളിലുള്ളത് നമുക്ക് മതി. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഓട്ടോ ഇ ടി എഫ്, ഓട്ടോ ബീസ് എന്ന് പറയും, ഇതും നമുക്ക് 43% മുകളിൽ 6 മാസം റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരു വർഷത്തെ റിട്ടേൺ നമുക്കിവിടെ കാണാം 77%. മോശമില്ല അല്ലേ, മോശമില്ലാത്ത റിട്ടേൺ ആണ് ഒരു വർഷം. ഇനിയിപ്പോൾ ഒരു ആഴ്ചത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 5%, നല്ല റിട്ടേൺ ആണ്. ഒരു ദിവസത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 1%. എക്സ്പെൻസ് റേഷ്യോ നമുക്കിവിടെ കാണാം 0.22 ആണ്. അപ്പോൾ വലിയ മോശമില്ല. നമ്മൾ ഓട്ടോ ബീസ്, കാരണം ഈ ഒരു ഇ ടി എഫിനെ പറ്റിയും ഇതിൻ്റെ 2 മ്യൂച്വൽ ഫണ്ടിൻ്റെ NF അടക്കമുള്ള 2 NF തന്നെയായിരുന്നു വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്താണ്. അതിൽ തന്നെ നല്ല റിട്ടേൺ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഓർക്കുന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക, വാങ്ങിയിട്ടുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. കാണാത്തവർ ആ വീഡിയോ പോയി കാണുക കേട്ടോ. ഒരു 1-2 മാസത്തെ പുറകോട്ട് സ്ക്രോൾ ചെയ്താൽ മതി. ഒരെണ്ണം ജസ്റ്റ് 1 മാസം ആയിട്ടില്ല, ഒരെണ്ണം 2 മാസം ആയിട്ടുണ്ട്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിലെ, അതായത് അടുത്ത 5 വർഷം കൊണ്ടൊക്കെ നമുക്ക് നല്ല ലാഭം കിട്ടാൻ സാധ്യതയുള്ള മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇ ടി എഫ് ആണ്, അല്ലെങ്കിൽ സെക്ടറിൻ്റെ ഇ ടി എഫ് ആണ് ഈ ഓട്ടോ ബീസ് എന്ന് പറയുന്നത്. ഇവിടെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഒരു സെക്ടറിൽ തന്നെ ഒരേപോലത്തെ പല ഇ ടി എഫുകൾ ഉണ്ടാവും. അതാണ് നമുക്ക് താഴെ കാണുന്ന നിഫ്റ്റി ഓട്ടോ ഇ ടി എഫ്. അതിന് ഓട്ടോ ഐ ഇ ടി എഫ് എന്നാണ് പറയുക. അപ്പോൾ ഈ 2 ഇ ടി എഫുകളിലും ഒരേപോലെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഓട്ടോ ബീസിൽ ഇൻവെസ്റ്റ് ചെയ്തയാൾ ഓട്ടോ ഐ ഇ ടി എഫിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല. അത്രയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, അത് കണ്ട് നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ ഒരെണ്ണം, ഒരു സെക്ടർ ഒന്ന് പോരെ, ലോജിക്ക് ഒന്ന് ആലോചിച്ചു, ഒരു സെക്ടർ ഒന്ന് പോരെ മതി അല്ലേ. പിന്നെ എന്തിനാ അത് 2 എണ്ണം ചെയ്യുന്നത്? അപ്പോൾ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ ഓട്ടോ ബീസിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഇതൊരു 5% താഴ്ന്നു കഴിഞ്ഞാൽ ഇത് ആവറേജ് ചെയ്യുന്നതിന് പകരം ഞാൻ ഇതേ സെക്ടറിലുള്ള മറ്റൊരു ഇ ടി എഫിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഓട്ടോ ഐ ഇ ടി എഫ് പരിഗണിക്കും. സംഭവം മനസ്സിലായോ? അതേപോലെ തന്നെ ഓട്ടോ ബീസ് 5% ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ചിലപ്പോൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ആവറേജ് പ്രൈസ് കൂട്ടുന്നതിന് പകരം ഞാൻ ചെയ്യുന്നത് ഓട്ടോ ഐ ഇ ടി എഫ്, അതായത് മറ്റൊരു ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അങ്ങനെയല്ല എങ്കിൽ, ഇതിൽ മാത്രമാണ് ഓട്ടോ ബീസ് മാത്രം എനിക്ക് മതിയെങ്കിൽ, എനിക്ക് ഒരു 4-5 അക്കൗണ്ട് ഉണ്ട്, ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ അക്കൗണ്ടിൽ വീണ്ടും ഓട്ടോ ബീസ് വാങ്ങും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുടക്കക്കാർ ചെയ്യേണ്ട എന്നുള്ളത്. കാരണം ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് ഡൗട്ടുകൾ അധികമില്ല. അധികം ആൾക്കാർ ചോദിക്കുന്നില്ല, കുറച്ച് ആൾക്കാർ ചോദിക്കുന്നത് എന്തിനാണ് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നത്, എന്തിനാണ് ഒരേ സെക്ടറിലുള്ള പല സമയങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് എക്സ്പീരിയൻസ് ആയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ. ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ബിഗിനേഴ്സാണ്, അല്ലെങ്കിൽ അധികം എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ നിങ്ങൾ ഒരു ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഓട്ടോ ബീസ് എന്ന് പറയുന്ന ഈ ഒരു ഇ ടി എഫിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോ ഐ ഇ ടി എഫ് എന്ന് പറയുന്ന ഇതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ഇത് രണ്ടും ഒരേ സെക്ടറാണ്. ഇനി ഈ സെക്ടറിൽ വേറെ ഇ ടി എഫുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് നേരെ ടിക്കർ ടേപ്പ് തുറക്കുക. ഞാൻ ഓൾറെഡി അത് തുറന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഇനി നമ്മൾ ഓട്ടോ ബീസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിപ്പോൺ ഇന്ത്യയുടെ നിഫ്റ്റി ഓട്ടോ ഇ ടി എഫ് നമുക്കിവിടെ കിട്ടും. ഇതിൻ്റെ താഴെ PHC പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ICIC പ്രൊഡൻഷ്യലിൻ്റെ നിഫ്റ്റി ഓട്ടോ ഇ ടി എഫ്, അതായത് ഓട്ടോ ഐ ഇ ടി എഫ് മാത്രമാണ് അവൈലബിൾ ഉള്ളത്. സോ ഓട്ടോമൊബൈൽ സെക്ടറിൽ 2 ഇ ടി എഫുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ഓട്ടോ ബീസാണ്, രണ്ടാമത്തെ എന്താണ്, ഓട്ടോ ഐ ഇ ടി എഫ് ആണ്. ഈ 2 എണ്ണം അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ഇവിടെ കാണാം. ഓട്ടോ ഐ ഇ ടി എഫിന് 0.03% വളരെ
കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ. എന്നാൽ നിപ്പോൺ ഇന്ത്യയുടെ ഓട്ടോ ETF-ന് എക്സ്പെൻസ് റേഷ്യോ വളരെ കൂടുതലാണ്, 0.22% ആണ്. ഇത് നോർമലി നോക്കിയാൽ വളരെ കുറവ് തന്നെയാണ്. പക്ഷേ ഓട്ടോ ETF-ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്, വളരെ കൂടുതലാണ്. അങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ലിക്വിഡിറ്റി നോക്കണം. ഹൈ ലിക്വിഡിറ്റി ആണ് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ICICI പ്രുഡൻഷ്യലിൻ്റെ അതിൻ്റെ ലിക്വിഡിറ്റി നോക്കാം നമുക്ക്. അതും ഹൈ ലിക്വിഡിറ്റി ആണ് എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടിൻ്റെ റിട്ടേൺ നമുക്ക് 1 ഇയർ റിട്ടേൺ നമുക്ക് നോക്കാം. 1 ഇയർ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ റിട്ടേൺ കിട്ടും 72.20%. നിപ്പോൺ ഇന്ത്യയുടേത് 71.33%. ഇത് ഒരു ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഏകദേശം സെയിം റിട്ടേൺ, വളരെ നല്ല റിട്ടേൺ. ഒരു വർഷത്തെ ചാർട്ട്, സൂപ്പർ ചാർട്ട്. ഇതൊരു 5 വർഷത്തേക്കെങ്കിലും പരിഗണിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ETF കിട്ടി. ഇതിൽ ഏത് പരിഗണിക്കാം? നമുക്ക് ETF പരിഗണിക്കാം അല്ലേ, അതായത് ഓട്ടോ ETF. അപ്പോൾ അതിൽ നമുക്ക് മറ്റൊരു കളർ കൊടുത്താലോ? കൺഫ്യൂഷൻ ആകുമോ? 1 ഇയർ റിട്ടേൺ 77%, 6 മന്ത് 63%, ഒരു മാസത്തെ 12% കുഴപ്പമില്ല, ഒരു വീക്കിൽ 4%, ഒരു ദിവസം 1% കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പം ഇത് നമുക്ക് ഒഴിവാക്കേണ്ട കാര്യമില്ല. എന്നാൽ ഓട്ടോ ബീസും ഇവിടെയുണ്ട്. അപ്പം ഞാൻ വേറെ ഒരു കളർ കൊടുത്ത് കൺഫ്യൂഷൻ ആക്കുന്നില്ല, കാരണം നമുക്ക് വീണ്ടും ETF-കൾ അടുത്തുണ്ട്. ഓർക്കുക, ഈ 2 ETF-കൾ CPSEയും ഓട്ടോ ETF-ഉം സെക്ടോറിയൽ ETF ആണ്, അല്ലെങ്കിൽ തീമാറ്റിക് ETF ആണ്. ഈ സെക്ടറിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് താഴെ പോകും. അപ്പം അധികം താഴെ പോകാതെ നമുക്ക് അവിടെ ഒരു പ്രശ്നമുണ്ടല്ലേ, ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് ഓട്ടോ ബീസിലും CPSEലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ ഇത് തീമാറ്റിക് ആയതുകൊണ്ട് താഴെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ അങ്ങനെ കുറേ നാൾ കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പൈസ ബ്ലോക്ക് വരരുത്. അപ്പോൾ അതിനായിട്ട് പല സെക്ടറുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഉദാഹരണം നിഫ്റ്റി 50 ആണ്, നിഫ്റ്റി ബീസ് അതിന് ഉദാഹരണമാണ്, നെക്സ്റ്റ് 50 അതിന് ഉദാഹരണമാണ്, മിഡ് ക്യാപ്പ് അതിന് ഉദാഹരണമാണ്, സ്മോൾ ക്യാപ്പ് അതിന് ഉദാഹരണമാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് അതുപോലുള്ള ETF-കളാണ്. ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ശ്രദ്ധ നിങ്ങൾക്ക് കുറവാണ്, TVയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ടൊന്നും ഇത് കാണരുത്. വീഡിയോ കാണുക, അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് കേൾക്കുക. മനസ്സിലായില്ലെങ്കിൽ റീവൈൻഡ് ചെയ്ത് കേൾക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ്, കാരണം ഇത് ക്യാഷ് വെച്ചുള്ള കളിയാണ്, ഒരുപക്ഷെ നമ്മുടെ ലൈഫും വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് തെറ്റ് പറ്റരുത്. കറക്റ്റായിട്ടുള്ള അറിവ് നമുക്കുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് ഇതിലിപ്പോൾ നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, 1.94, ഏതാണ്ട് 2 ലക്ഷത്തിനടുത്ത് അല്ലേ. 1.94 നമ്മൾ ETF കൂടിയാണ് മെജോറിറ്റിയും റിട്ടേൺ ജനറേറ്റ് ചെയ്ത്. അതായത് ഈ ഏപ്രിൽ, മെയ്, പിന്നെ ഈ ജൂൺ ഇതുവരെ ഉള്ള സമയത്ത്. ഇവിടെ ആ ETF-ൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം. ഇതെൻ്റെ അക്കൗണ്ടാണ്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് കാണിച്ചതേ ഉള്ളൂ. പക്ഷേ കുറച്ച് കൂടുതൽ റിട്ടേൺ ഇപ്പോൾ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റോക്കുകളിൽ കൂടി ഇപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങി. എക്സിക്കോം എന്ന് പറയുന്ന സ്റ്റോക്ക്, എലിക്കോൺ എന്ന് പറയുന്ന സ്റ്റോക്ക്, അങ്ങനെ സ്റ്റോക്കുകളിൽ കൂടി നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചില സ്റ്റോക്കുകളിൽ നെഗറ്റീവ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ GK വയറൊക്കെ ഇത് പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്താണ്. പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്തപ്പോൾ അതിൽ നെഗറ്റീവ് റിട്ടേൺ വന്നു. അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ഓവറോൾ റിട്ടേണെ വലിയ കാര്യമായിട്ട് അത് ബാധിക്കാറില്ല. ഇനി ഇതിൽ കുറച്ച് പൈസ നമ്മൾ പരീക്ഷണത്തിനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതായത് പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു 19,000 രൂപ അതിനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അത് പോയാൽ പോയി. ആ പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞാൽ റോക്കറ്റ് പോലെ ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ് കുതിക്കുക. അതായത് റിസർച്ചിനൊക്കെ വേണ്ടി മാറ്റി വെക്കുക എന്ന് പറയില്ലേ, അങ്ങനെ. അപ്പോൾ ഓൾറെഡി അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത് തന്നെ നമുക്ക് റിസൾട്ട് അറിയാം. അപ്പോൾ ഇതിൻ്റെ മെജോറിറ്റി സംഭവവും പ്രോഫിറ്റ് തന്നെ ETF ആണ്. ഇടയ്ക്ക് കുറേശ്ശെ സ്റ്റോക്കുകളുണ്ട്, കാരണം ഞാൻ ഒരാഴ്ചയായിട്ടുള്ള സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ KI ഇൻഡസ്ട്രീസ് ഉണ്ട്, കൈനസ് ഉണ്ട്. ഇത് നമ്മൾ വീഡിയോ ചെയ്ത സ്റ്റോക്കാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഹോൾഡിംഗ് ഉണ്ട്. കുറച്ചൊരു പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, 5000 സംതിങ്. അങ്ങനെ മറൈൻ ഇലക്ട്രിക്കലൊക്കെ നമ്മളൊരു 7000 സംതിങ് രൂപ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മിറായി അസറ്റ് ഗോൾഡ് ETF അതിൽ 5000. അങ്ങനെ ഞാൻ ഓരോന്നും വിശദമാക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു 2.5 മാസം കൊണ്ട് 2.5 മാസം കൊണ്ട് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പലരും ഇത് ഈ ക്യാപിറ്റൽ എത്രയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ ക്യാപിറ്റൽ വെച്ച് വലിയ കുഴപ്പമില്ലാത്ത പ്രോഫിറ്റാണ്, ഭയങ്കര പ്രോഫിറ്റ് എന്നൊന്നും പറയാനൊന്നുമില്ല. ഇനി നമ്മൾ ആ പ്രോഫിറ്റ് ഭീകരമായിട്ടുള്ള പേഴ്സൻറ്റേജ് കിട്ടുന്ന രീതിയിൽ കൂട്ടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനായിട്ട് നമ്മൾ കുറച്ച് ഫണ്ട് ഇറക്കുന്നുണ്ട്. അതായത് കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് ഒരു ഭാഗം റിസർച്ചിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അത് വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിൽ കൂടെ പറയാം. ഒരേ ക്യാപിറ്റൽ തന്നെ പല വട്ടം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരു ക്യാപിറ്റൽ ഉപയോഗിച്ചു അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് അത് മാറ്റി അങ്ങനെയല്ല. നമ്മളൊന്ന് വിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ആ ക്യാപിറ്റൽ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഈ ടോട്ടൽ ബൈ വാല്യൂം സെൽ വാല്യൂ ഒക്കെ ഇതാ ഇങ്ങനെ കാണുന്നത് കേട്ടോ, വളരെ കൂടുതലായിട്ട് കാണുന്നത്. 44 ലക്ഷമാണ് സെൽ വാല്യൂ, 42 ലക്ഷം ബൈ വാല്യൂ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസാണ് ഈ
ഒരു നമുക്ക് പ്രോഫിറ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇത്രയും ഒന്നും ഞാൻ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടില്ല. ഞാനെന്ത് ചെയ്യും, ഉപയോഗിച്ച് തന്നെ വീണ്ടും പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വേറെ ഇതിൽ ഉപയോഗിക്കുമല്ലോ, വേറെ വാങ്ങി അങ്ങനെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു എക്സാക്റ്റ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, പക്ഷേ നല്ലൊരു പ്രോഫിറ്റാണ്. അപ്പോൾ ജസ്റ്റ് ഞാനിത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വീണ്ടും തിരിച്ചു പോകാം, നമ്മുടെ ലിസ്റ്റിലേക്ക് പോകാം. 6 മന്തിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ള ETF നമുക്കൊന്ന് എന്ത് ചെയ്യണം, കളർ കൊടുക്കണം അല്ലേ. 25% മുകളിൽ കിട്ടിയത് മതി. അപ്പോൾ ഇവിടെ 2 ബോക്സിൽ നമ്മളിവിടെ കളർ കൊടുക്കാനുണ്ട്. 26, 25 ഇവിടെ ഒരു 2 ബോക്സും കൂടെ നമുക്ക് കളർ കൊടുക്കാനുണ്ട്. സെയിം കളർ തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ ഒരു മാസം ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടിയിട്ടുള്ള ETF ചെയ്യണം. ഇത് നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഐഡിയ മനസ്സിൽ തോന്നിയപ്പോൾ ഈ ഐഡിയ എനിക്ക് ഇന്ന് തോന്നിയതാണ്, അതുകൊണ്ടാണ് ഈ ഐഡിയ വെച്ച് ചെയ്തത്. അടുത്ത ദിവസം വീണ്ടും അത് മാറാം. അതായത് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡുകൾ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡുകൾ കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. വളരെ വലുതാണ് ചെയ്യണമെന്നില്ല. എന്തായാലും 1 മന്തിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടിയിട്ടുള്ള ETF നമുക്കൊന്ന് സോർട്ട് ചെയ്യാം. ഇവിടെ കണ്ടോ കുറേ വെള്ള കളറ്. അതായത് 1 മന്തിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടിയിട്ടുള്ള ETF എന്നുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ റീസെൻ്റ്ലി ആ ETF പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു വർഷം മുമ്പ് പെർഫോം ചെയ്ത് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് പെർഫോം ചെയ്തതിനെ കഴിഞ്ഞും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒരു മാസം കൊണ്ട് പെർഫോം ചെയ്ത ഫണ്ടിനാണ് അല്ലേ. കാരണം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ സെക്ടർ ഇങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. ചില സെക്ടറുകളുടെ മുകളിലേക്ക് ഇപ്പോൾ ITBs ഒന്നും ഇതിൽ കാണാൻ പോലുമില്ല അല്ലേ. IT സെക്ടറൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്നതാണ്, അത് കാണാൻ പോലുമില്ല. കാരണം അത് ഡൗൺ ആയിട്ട് വേറെ സെക്ടറാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാസം ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ETF എന്ന് പറയുമ്പോൾ ആ ETF ആയിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിലോ വരുന്ന മാസങ്ങളിലോ ഒക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് റിട്ടേൺ തരാൻ സാധ്യതയുള്ള ETF. എന്നാൽ ഒരു മാസത്തെ മാത്രം സോർട്ട് ചെയ്താൽ പോരെ നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷേ അത് പോരാ. നമുക്ക് ലോങ് റിട്ടേൺ ചിലപ്പോൾ ഒരു സെക്ടർ ചിലപ്പോൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ മാത്രം പെർഫോം ചെയ്തിട്ട് അത് താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് അവിടെ പെട്ടു അല്ലേ. അപ്പോൾ എല്ലാ സമയത്തും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ETF നമുക്ക് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഒരു മാസത്തെയും ഡേറ്റ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു മാസത്തേൽ നമുക്ക് ഒരു 10% മുകളിലുള്ള ETF പരിഗണിച്ചാൽ പോരെ അല്ലേ. 10, 9 ഒക്കെ പരിഗണിച്ചാൽ മതിയാവും. അപ്പോൾ ഞാൻ എന്തായാലും ഒരു മാസം കൊണ്ട് 10% കൊള്ളാം. 7% ഒക്കെ കിട്ടിയ ഒരുപാട് ETF ഉണ്ട്. 7% മോശമൊന്നുമില്ല. 6% കിട്ടിയ ETF ഉണ്ട്. ഈ യെല്ലോ കളർ മാത്രമാണ് നമ്മളിനി പരിഗണിക്കുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്കുള്ള ETF നമ്മൾ ഒഴിവാക്കി കളയും. യെല്ലോ കളർ കിട്ടുന്ന ETF 5% ഉള്ളതുണ്ട്. അപ്പോൾ അത് മാത്രമേ പരിഗണിക്കുള്ളൂ. എന്തായാലും നമുക്ക് 10 അല്ല, ഒരു 8 മുകളിൽ കിട്ടിയിട്ടുള്ള ETF മൊത്തം നമുക്കൊന്ന് കളർ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 8 വരെ പരിഗണിക്കാം അല്ലേ. വേണമെങ്കിൽ 7 പരിഗണിക്കാം. 7% ഒരു വർഷം കുഴപ്പമില്ല, 7 അടിപൊളിയാണ്. പക്ഷേ ഒരുപാട് ETF അപ്പോഴത്തേനും കയറി വരുന്നുണ്ട്. 7 കൊടുത്തു കഴിയുമ്പോഴത്തേനും എന്തായാലും നമുക്ക് 7 കൊടുത്തൊന്ന് നോക്കാം. ഓക്കെ, ഒരു മാസം കൊണ്ട് 7% മുകളിൽ കിട്ടിയ ETF നമ്മളിവിടെ പരിഗണിച്ചു. ഇനി ഒരു ദിവസത്തെ അങ്ങനെ നോക്കേണ്ടതില്ല. ഒരു ദിവസം ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടിയിട്ടുള്ളത് നമുക്ക് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ദിവസത്തെ ഡേറ്റ അത്ര പെർഫെക്റ്റ് ആകാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു ദിവസം പോസിറ്റീവായിട്ട് നിൽക്കുന്ന മതി. അതായത് 1% മുകളിൽ റിട്ടേൺ കിട്ടിയിട്ടുള്ള ETF നമുക്കൊന്ന് കളർ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരെണ്ണമുണ്ട്, താഴേക്ക് 0 വരെ യെല്ലോ കളർ കൊടുക്കും. അപ്പോൾ ഇത്രയും ETF നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പരിഗണിക്കേണ്ടത്. അപ്പോൾ ഇതിൽ പല ETF ഡബിളാണ്. അതെല്ലാം നമ്മളിവിടെ ഒഴിവാക്കണം അല്ലേ. ഒഴിവാക്കണം എന്നില്ല, അത് ഉപയോഗിക്കുന്നവരങ്ങനെ ഉപയോഗിച്ചോളൂ. പക്ഷേ ഒരു ബിഗിനർക്ക് അതൊന്നും ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു വർഷം ഏറ്റവും കൂടുതൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ETF ഞാനത് ഒരു വീക്ക് ആക്കുകയാണ്. 1 വീക്ക്. ഇപ്പോൾ ഒരു ആഴ്ച ഏറ്റവും കൂടുതൽ തന്നിട്ടുള്ളത് ഇതായിരിക്കാം ചിലപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിലും മാസങ്ങളിലും ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളത്. ഇതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഏതാണെന്ന് നോക്കിയാൽ HDFC നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 20 ETF 250 ETF. ഇത് സ്മോൾ ക്യാപ്പ് ETF ആണ്. ഇത് ഏത് സമയത്തും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ETF ആണ്. ഇതൊരു ഇൻഡെക്സ് ബേസ്ഡ് ETF ആണ്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ്. ഇത് എനിക്ക് വളരെയധികം ഫേവറേറ്റ് ആയിട്ടുള്ള വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ETF ആണ്. ഇത് നമുക്ക് ഏത് സമയത്തും ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് സെക്ടർ റൊട്ടേഷൻ ഒന്നും ഈ ഒരു ഇതിൽ നടക്കുന്നില്ല. സ്മോൾ ക്യാപ്പിൽ എല്ലാ സെക്ടറിലുള്ള സ്മോൾ ക്യാപ്പ് കമ്പനികളുണ്ടാവും. അപ്പോൾ ഈ HDFCയുടെ ഈ ഒരു ETF, ഈ നീല കളറിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ETF, അതിൻ്റെ ഷോർട്ട് ഫോം HDFC SML 250 ആണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതും നമുക്ക് വളരെയധികം റിട്ടേൺ തന്നിട്ടുള്ളതുമായിട്ടുള്ള ETF ആണ്. അപ്പോൾ അതിവിടെ നോക്കിയാൽ ഒരുപക്ഷെ കാണാം. ഇതാണ് ആ ഒരു സംഭവം കേട്ടോ. നമ്മുടെ P&L നോക്കുമ്പോൾ HDFC നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 ETF. ഇവിടെ ഷോർട്ട് ഫോം അല്ല കാണുക, ഉയർന്ന, അതായത് അതിൻ്റെ എൻലാർജ് ചെയ്ത പേരാണ് കാണുക.
ഇതിൽ നമ്മൾ ഈ ഒരു 2.5 മാസം കൊണ്ട് 8,257 രൂപ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഒരു വട്ടമല്ല, പല വട്ടം നമ്മൾ ട്രേഡ് ചെയ്തിട്ടാണ് ആ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. 1000, 1500, 1200, 300 അങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്താണ് നമ്മൾ ആ ഒരു പ്രോഫിറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ETF ആണ്. ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സ്മോൾ ക്യാപ്പ് സെക്ടർ. സ്മോൾ ക്യാപ്പിന് എല്ലാവർക്കും പേടിയല്ല, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സെക്ടറാണ് സ്മോൾ ക്യാപ്പ്. ഈ സ്മോൾ ക്യാപ്പ് സെക്ടർ പെർഫോം ചെയ്തില്ല, ഇത് പെർഫോം ചെയ്യില്ല. പക്ഷേ എനിക്ക് ധൈര്യമാണ്, ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള സെക്ടർ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പുമാണ്. അപ്പോൾ ഈ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. മാർക്കറ്റ് താഴ്ന്നു നിൽക്കുമ്പോഴൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് അതൊരു സെക്ടോറിയൽ അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു സിറ്റുവേഷനിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സെക്ടറാണ് സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും. അതിൽ കുറച്ചും കൂടെ സേഫ്റ്റിക്ക് വേണ്ടി മിഡ് ക്യാപ്പ് നമുക്ക് പരിഗണിക്കാം. വീണ്ടും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് 50, അതായത് നിഫ്റ്റി 50 കഴിഞ്ഞിട്ടുള്ള സെക്ടറും പരിഗണിക്കാം. അതും കൂടെ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ETF വളരെ നല്ലൊരു ETF ആണ്. അടുത്തത് മോട്ടിലാൽ ഓസ്വാളിൻ്റെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 ETF. ഇത് രണ്ടും ഒന്നാണ്. 2 കമ്പനിയാണ് എന്നേ ഉള്ളൂ, 2 AMC ആണ് എന്നേ ഉള്ളൂ. ഇത് രണ്ടും ഒന്നാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പോലെ ഇത് മോശമായിട്ടല്ല. സ്മോൾസ് 250 ഇത് ഞാൻ കണ്ടുപിടിച്ചിട്ട് അധികം നാളായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മുടെ P&L ഇത് കാണുമോ എന്നറിയില്ല. ഇതാണ് ആ ഒരു സാധനം ഉണ്ട് കേട്ടോ, മോട്ടിലാൽ ഓസ്വാൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250. ഇതിൽ 1676 രൂപയാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് കണ്ടുപിടിച്ചിട്ട് അധികം ആയില്ല. നമ്മുടെ നെറ്റ് വെബിലൊക്കെ ഒരു പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ, 5682 രൂപ. സ്റ്റിൽ ഹോൾഡിംഗ് ഉണ്ട്, കുറച്ച് എണ്ണം വിറ്റായിരുന്നു. താഴേക്ക് കിട്ടിയാൽ വാങ്ങാം എന്ന രീതിയിൽ ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സംഭവം നല്ലതാണ്, പക്ഷേ എന്താണ്, രണ്ടും ഒന്നാണ്. ഇനിയിപ്പോൾ റിയാലിറ്റി സെക്ടർ, റിയാലിറ്റി മോട്ടിലാൽ ഓസ്വാളിൻ്റെ റിയാലിറ്റിയാണ്. ഇത് സെക്ടറാണ്. ഇതിൽ ഒരുപാട് അങ്ങോട്ട് ആവറേജ് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട. മറ്റുള്ള എല്ലാ ETF-കളിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന അതേപോലത്തെ ഒരു തുക നിങ്ങൾക്ക് റിയാലിറ്റിയിലും ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ സെക്ടോറിയലാണ്. ഓർക്കുക, ഇതിൻ്റെ ഒരു വർഷത്തെ റിട്ടേൺ 31%, 6 മാസത്തെ 31%. അതായത് ഈ ഒരു ETF വന്നിട്ട് അധികം സമയമായിട്ടില്ല, അതാണ് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ശരിക്കും ആക്ച്വൽ ഒരു വർഷമായില്ല ഈ ഒരു ETF വന്നിട്ട്. അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യുക, ടിക്കർ ടൈപ്പിൽ പോവുക, എന്നിട്ട് അതൊന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനത് കാണിക്കുന്നില്ല, വീഡിയോ ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്തിയായി. അടുത്ത പ്രാവശ്യം നമുക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ വളരെ ഷോർട്ടായിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടവർ ഈ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ റിയാലിറ്റി നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു മാസത്തെ റിട്ടേൺ 17%. അത് നല്ല റിട്ടേൺ ആണ്. 17% ഉണ്ട് ഒരു മാസത്തേത്. ഒരു വീക്കിൽ 7% ഉണ്ട്. ഒരു ദിവസം 1%. ഓക്കെ, ഇവിടെ എന്തോ ഒരു 0 ഇടയ്ക്ക് കയറിപ്പോയല്ലോ. ഓക്കെ, 0 കയറും, കാരണം നമ്മൾ 1 വീക്ക് റിട്ടേൺ ആണ്. 1 വീക്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ETF-കളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഈ വെള്ള വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഈ വെള്ള കളറിലുള്ളത് അത് ഒരു കാറ്റഗറിയിൽ വരാത്തതാണ്. അപ്പോൾ ആ ഒരു സമയം അതിൻ്റെ ഇടയ്ക്ക് കയറി വരുന്നതാണ്, അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. കണ്ടോ, ഇവിടെയൊക്കെ വെള്ളയുണ്ട്, അതിനാണ് നമ്മൾ യെല്ലോ കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് ETF-കൾ, നല്ല ETF-കൾ സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ കുറച്ച് ETF കൂടെ പറഞ്ഞു തരാം. അതായത് ഇതേപോലെ നീല കളർ ഇനി ഞാൻ ഇടാൻ പോവാം. നീല കളർ ഇടുന്ന ETF-കൾ ഏതൊരു സമയത്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ETF-കളാണ്. അതായത് നിഫ്റ്റി പൊട്ടുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു സ്മോൾ ക്യാപ്പ് നമ്മളൊരു നീല കളർ ഇടാം. പക്ഷേ ഇത് രണ്ടും സ്മോൾ ക്യാപ്പാണ്, ഏതെങ്കിലും ഒന്ന് മതി. ഇനിയിപ്പോൾ റിയാലിറ്റി നീല കളർ ഇടാൻ പറ്റില്ല, CPSE നീല കളർ ഇടാൻ പറ്റില്ല. ഈ CPSE ഒക്കെ എന്താണ്, ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷേ നമ്മൾ ഒരുപാട് താഴേക്ക് ഇത് പോവുകയാണെങ്കിൽ ആവറേജ് ചെയ്ത് പെടരുത്. റിയാലിറ്റിയിലും അത് തന്നെയാണ്. ഇവിടെ റിയാലിറ്റി ഉണ്ട്, അതും അങ്ങനെ തന്നെയാണ്, ആവറേജ് ചെയ്ത് പെടരുത്. പിന്നെ എന്തിനാണ് നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, റിസ്ക് കൂടുതലാണ് ഈ റിയാലിറ്റിയിലും CPSE-ലും ഒക്കെ അല്ലേ, അതുപോലെ തന്നെ റിട്ടേണും കൂടുതലാണ്. അപ്പോൾ നമുക്ക് സ്റ്റോക്കിനെയും ETF-നെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ റിസ്ക് കുറവുള്ള ETF ആണ്. ETF-ൽ തന്നെ റിസ്ക് കൂടുതലുള്ളത് തീമാറ്റിക് ETF-കളാണ്. അതിൽ റിസ്ക് കുറവുള്ളത് എല്ലാ സെക്ടറിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF-കളാണ്. അങ്ങനെയുള്ള ETF-കളാണ് ഈ സ്മോൾ ക്യാപ്പ്. ഇവിടെ സ്മോൾ ക്യാപ്പ് ഉണ്ട്, മിഡ് ക്യാപ്പ്, ഇതും സ്മോൾ ക്യാപ്പ് തന്നെയാണ്. പക്ഷേ സ്മോൾ ക്യാപ്പിലെ വിവിധ കാറ്റഗറികളാണ് കേട്ടോ. ഇത് സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് മിഡ് സ്മോൾ എന്ന് എഴുതിയിട്ടുണ്ട്. സ്മോൾ ക്യാപ്പും ഉണ്ട് ഇതിൽ, അതേസമയം മിഡ് ക്യാപ്പും ഉണ്ട്. ഈ ETF നിങ്ങൾക്ക് പരിഗണിക്കാം. മിഡ് സ്മോൾ എന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു സംഭവത്തിന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. പിന്നെ ഒരേ സെക്ടറിലുള്ളത് നിങ്ങൾ ഒഴിവാക്കുക. അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ടിക്കർ ടൈപ്പിൽ പോയി നോക്കിയാൽ മതി. ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ PAs കിട്ടും. അടുത്ത ഇൻഫ്രാബീസ് നമുക്ക് തീമാറ്റിക്കാണ്, ഇൻഫ്രാസ്ട്രക്ചറാണ്. കാരണം ഇതും ഏറ്റവും കൂടുതൽ റിട്ടേൺ തരാൻ സാധ്യതയുള്ള ETF ആണ്. ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളാണ്
എന്നാൽ ഇതെല്ലാ കാലത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടാനായിട്ട് ഈ സാധനം ഒഴിവാക്കാനും പറ്റില്ല. എന്നാൽ നീല കളർ ഞാനിവിടെ കൊടുക്കുന്നില്ല. ആവറേജ് ചെയ്യാൻ പറ്റാത്ത ETF-കളാണ് യെല്ലോ കളറിൽ കിടക്കുന്നത്. നീല കളറിലുള്ളത് നമുക്ക് ആവറേജ് ചെയ്യാം, താഴേക്ക് പോയാൽ ആവറേജ് ചെയ്യാം. അടുത്തത് HDFCയുടെ നിഫ്റ്റി 50 ETF ആണ്. ഇത് നിഫ്റ്റി ബീസ് എന്ന് പറയുന്ന പോലെ, നിപ്പോൺ ഇന്ത്യയുടെ നിഫ്റ്റി ബീസ് എന്ന് പറയുന്ന പോലെയുള്ള ETF ആണ്. ഏത് സമയത്തും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണിത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, 1 ഇയർ റിട്ടേൺ കുറവാണ്. നിഫ്റ്റിയുടെ റിട്ടേൺ എന്ന് പറയുന്നത് 20% മുകളിലാണ്. ഇപ്പോൾ 1 ഇയർ റിട്ടേൺ ഇവിടെ നോക്കാം, 27% ഉണ്ട്. നിഫ്റ്റിനെ കഴിഞ്ഞും കൂടുതൽ റിട്ടേൺ ആണ് നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഈ ഒരു ETF-ന്. എന്നാൽ 6 മാസത്തെ 12% ഉള്ളൂ, ഒരു മാസത്തേത് 9% ഉള്ളൂ, ഒരു വീക്കിലേത് 5% ഉള്ളൂ. വീഡിയോ ലെങ്തി ആകുന്നു എന്ന് നിങ്ങൾ കംപ്ലൈൻറ്റ് പറയുകയും ചെയ്യും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാതിരിക്കാൻ പറ്റുമില്ലല്ലോ. അടുത്തത് നിപ്പോൺ ഇന്ത്യയുടെ നിഫ്റ്റി 100 ETF ആണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ETF ആണ് നിഫ്റ്റി 100 ബീസ് എന്ന് പറയുന്ന ETF. നമുക്ക് എല്ലാ കാലത്തും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും ആവറേജ് ചെയ്യാനായിട്ടും പരിഗണിക്കാം. IDFCയുടെ നിഫ്റ്റി 50 ETF ആണ്. ഷോർട്ട് ഫോം IDF നിഫ്റ്റി ET എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് പരിഗണിക്കാം. ലിക്വിഡിറ്റിയും കാര്യങ്ങളും ടിക്കറ്റ് ടൈപ്പിലൊന്ന് ചെക്ക് ചെയ്തോളൂ. അടുത്ത ഇൻഫ്രയാണ്. ഇൻഫ്ര നമുക്ക് എല്ലാ കാലത്തും പരിഗണിക്കാൻ പറ്റില്ല. അടുത്ത ഓട്ടോയാണ്. ഓട്ടോയൊക്കെ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് തരുന്ന ETF-കളാണ്. പക്ഷേ എല്ലാ കാലത്തും നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. അടുത്ത LICയുടെ മിഡ് ക്യാപ്പ്, ഇത് നമുക്ക് എല്ലാ കാലത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പരിഗണിക്കാം. ആവറേജും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിൻ്റെ റിട്ടേൺ ഒക്കെ ഇവിടെയുണ്ട്, അത് നിങ്ങളൊന്ന് നോക്കിക്കോളും. അടുത്ത് നിഫ്റ്റിയുടെ ഫിനാൻഷ്യൽ സർവീസ് ETF. ഇത് ഫിനാൻഷ്യൽ സെക്ടറാണ്. എല്ലാ കാലത്തും പരിഗണിക്കാൻ പറ്റില്ല, എന്നാൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. അടുത്തത് ആൽഫയാണ്. ഇത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ETF ആണ് ആൽഫ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് തന്നിട്ടുള്ള ETF ആണ് ഈ പറയുന്ന ആൽഫ. ആൽഫയുടെ ഫുൾ ഫോം അതിൻ്റെ കൊട്ടക്കിൻ്റെയാണ് ആൽഫ. ഇതാണ് കൊട്ടക്ക് നിഫ്റ്റി ആൽഫ ETF. അപ്പോൾ ആൽഫ എന്ന് അടിച്ചു കൊടുത്താൽ മതിയാവും. ഇതിൽ നമ്മളൊരു 4000 ചില്ലോൻ രൂപ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വളരെ നല്ലൊരു ETF ആണ് ആൽഫ. അടുത്തത് ICICI Prudential നിഫ്റ്റി 200 ETF 30 ETF 200 മൊമെൻറ്റം 30 ETF. സൂപ്പർ സാധനമാണ്. ഇത് നമുക്ക് നല്ലൊരു റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു ETF ആണ്. ആ ETF ഇതാണ്. നമ്മൾ പ്രോഫിറ്റ് അതിൽ 2000 സംതിങ് രൂപയെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളൂ. അതായത് അതിൻ്റെ സ്പീഡ് കുറവായിരിക്കും കേട്ടോ ചിലപ്പോൾ. അത് ഇവിടെ നോക്കണം. ഇവിടെ 1 ഇയർ റിട്ടേൺ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കുറവായിട്ടാണ്. ചിലപ്പോൾ ICICIയുടെ ആയിരിക്കില്ല നമ്മൾ കൂടുതൽ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ പിയേഴ്സിൽ വേറെയുണ്ട്, അപ്പോൾ അതിലായിരിക്കും നമ്മൾ കൂടുതൽ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് 1 ഇയർ റിട്ടേൺ 72% ഉണ്ട്. 6 മാസത്തെ 33%, ഒരു മാസത്തേത് 10%, ഒരു വീക്കിൽ 5%, 1 ഡേ 1%. സൂപ്പർ സാധനമാണല്ലേ, നല്ല ETF ആണിത്. മോം 30 ETF ആണ്. ഇപ്പോൾ ഞാൻ വായിച്ചത് മോം 30 ETF ആണ്. ആൽഫയുടേത് അതിലും കൂടുതലാണ്. ഒരു വർഷത്തേക്കൊക്കെ 85% റിട്ടേൺ ഉണ്ട്. ആൽഫ സൂപ്പറാണ്. പിന്നെ മോം 30 ETF, അത് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അടുത്തത് UTIയുടെ നെക്സ്റ്റ് 50 എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, UTI NEXT 50, അതായത് UTI നെക്സ്റ്റ് 50 എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നിങ്ങൾക്ക് ഏതൊരു സമയത്തും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ്. അടുത്ത് മിഡ് ക്യാപ്പാണ്. ഇപ്പോൾ നമ്മൾ മിഡ് ക്യാപ്പിലേക്ക് വന്നു. മിറായി അസറ്റ് നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 ETF. ഇത് നിങ്ങൾക്ക് ഏതൊരു സമയത്തും പരിഗണിക്കാവുന്നതാണ്. നിപ്പോൺ ഇന്ത്യയുടെ മിഡ് ക്യാപ്പ് മിഡ് 150 ബീസ് എന്ന് പറയും. ഇത് നിങ്ങൾക്ക് ഏതൊരു സമയത്തും പരിഗണിക്കാവുന്നതാണ്. മെയ്ക്ക് ഇന്ത്യ, അപ്പോൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ, അതായത് മെയ്ക്ക് ഇന്ത്യ എന്നുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ, ആ ഒരു ETF ഉണ്ട്. ഇത് ഏത് സമയത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയതായിരിക്കില്ല. എന്നാൽ 1 ഇയർ റിട്ടേൺ 63% ഉള്ളൂ. എന്നാൽ 1 മന്ത് റിട്ടേൺ 12 ഉണ്ട്. 1 വീക്ക് റിട്ടേൺ 5 ഉണ്ട്. 1 ഡേ റിട്ടേൺ 1% ഉണ്ട്. ചിലപ്പോൾ ഇത് അടുത്ത വർഷങ്ങളിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളതാണ്. കാരണം മെയ്ക്ക് ഇന്ത്യയാണ്, അതുകൊണ്ട് തന്നെ സാധ്യതയുള്ളതാണ്. പക്ഷേ നമുക്ക് എല്ലാ സമയത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയതല്ല. ഒരു വെള്ള കളറിലുള്ള ഒഴിവാക്കുന്നു, അത് നമ്മൾ ആവശ്യമില്ല നമുക്ക്. അടുത്ത ABSL PSC ETF-കൾ നമുക്ക് എല്ലാ കാലത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയതല്ല. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാം, ആവറേജ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പാടില്ല. ഇനി മോട്ടിലാൽ ഓസ്വാളിൻ്റെ നിഫ്റ്റി 200 മൊമെൻറ്റം 30 ETF, മൊമെൻറ്റം എന്ന് പറയും. ഏത് സമയത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ്. ഇനി നാസ്ഡാക്ക് മോൺ Q50, അതായത് അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ETF മോൺ Q50 നമുക്ക് ഏത് സമയത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഒരു വർഷത്തെ റിട്ടേൺ 65%, അല്ല, ഒരു വർഷത്തെ റിട്ടേൺ 23% ഒക്കെ ഉള്ളൂ കേട്ടോ. നോക്കുക, ഇവിടെ ഒരു വർഷത്തേക്ക് ഈ ഒരു ഇൻഡെക്സ് വലിയ രീതിയിലുള്ള റിട്ടേൺ തരുന്നില്ല. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ ഇവിടെ നോക്കണം. ഒരു വർഷത്തേക്ക് ഭയങ്കരമായിട്ട് തരുന്നൊന്നുമില്ല. അപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല, വലിയ റിട്ടേൺ ഒന്നും
പ്രതീക്ഷിക്കണം. നിഫ്റ്റി 50 പോലെ തന്നെ, ഇത് അമേരിക്കൻ മാർക്കറ്റാണ്, അവിടുത്തെ ഒരു റിട്ടേൺ. പിന്നെ IT ടെക് സ്റ്റോക്കുകൾ ഇനി തിരിച്ചു കയറുമോയെന്ന് അറിയത്തില്ല. ഇത് നമുക്ക് എല്ലാ കാലത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയതല്ല. ഇനി ഭാരത് 22 ETF, ഇത് നല്ലതാണ് കേട്ടോ, അത്യാവശ്യം എല്ലാ കാലത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഭാരത് 22 അധികം കമ്പനികൾ ഇതിലില്ല. ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 70%, 6 മാസത്തെ 28%, ഒരു മാസത്തേത് 7%, ഒരു വീക്കിലേത് 4%, ഒരു ദിവസം 1%. അപ്പോൾ ഇത് കുഴപ്പമില്ല, ഇതൊരു നല്ല സംഭവമാണ്, എല്ലാ കാലത്തും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ്. അടുത്ത് കൊട്ടക് നിഫ്റ്റി മിഡ് 50 ETF, മിഡ് ക്യാപ്പാണ്, എല്ലാ കാലത്തും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ്. മിഡ് ക്യാപ്പ് എന്ന് തന്നെയാണ് അതിൻ്റെ പേരും. പക്ഷേ ഓർക്കുക, ഇവിടെ മിഡ് ക്യാപ്പുകൾ ഇതിന് മുമ്പും വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മിഡ് ക്യാപ്പിൻ്റെയൊക്കെ ഒരെണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാവും തുടക്കക്കാർ. അടുത്തത് നെക്സ്റ്റ് 50 ആണ്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാറ്റഗറിയാണ്. നെക്സ്റ്റ് 50 നമുക്ക് നല്ല റിട്ടേൺ തന്നിട്ടുള്ള ഒരു സെക്ടറും കൂടിയാണ് നെക്സ്റ്റ് 50. ഇത് SBIയുടെ ആണ്. സെറ്റ് FN50 എന്നാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം. എല്ലാ കാലത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ്. മിഡ് Q50, അത് എല്ലാ കാലത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ്. മിഡ് Q50 ADD എന്ന് പറയും. നിങ്ങൾ ബോറടിച്ചു എന്ന് എനിക്ക് അറിയാം, എന്നാൽ പോലും ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അത്യാവശ്യം ഞാൻ കുറേ ETFകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരേ കാറ്റഗറി വരുന്ന ഒന്ന് ഒഴിവാക്കിക്കോളൂ, അത് മിസ്സാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം പറയുന്നത്. മൊവാലിയോ എന്ന് പറയുന്ന ETF നിങ്ങൾക്ക് എല്ലാ കാലത്തും ഇൻവെസ്റ്റ് ചെയ്യാം. HDFC മിഡ് 150 എന്ന് പറയുന്ന ETF നിങ്ങൾക്ക് എല്ലാ കാലത്തും ഇൻവെസ്റ്റ് ചെയ്യാം, ആവറേജ് ചെയ്യാവുന്നതാണ്. മോം 100 എന്ന് പറയുന്ന ETF മോട്ടിലാൽ ഓസ്വാളിൻ്റെ മിഡ് ക്യാപ്പാണ്, അതും അങ്ങനെ ചെയ്യാം. മോ ക്വാളിറ്റി എന്ന് പറയുന്ന ETF നമുക്ക് എല്ലാ കാലത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ്. ആൽഫ ETF നല്ല ETF ആണ്, എല്ലാ കാലത്തും ഇൻവെസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് 50I ETF എല്ലാ കാലത്തും ഇൻവെസ്റ്റ് ചെയ്യാം. PSU പറ്റില്ല, നെക്സ്റ്റ് 50 എല്ലാ കാലത്തും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അത്യാവശ്യം നല്ല റിട്ടേൺ തന്നിട്ടുള്ള ഒരു കാറ്റഗറിയാണ് നെക്സ്റ്റ് 50യും ജൂനിയർ ബീസും. ഈ നെക്സ്റ്റ് 50യുടെ സംഭവം തന്നെയാണ് ജൂനിയർ ബീസിലും വരിക, അതിവിടെയുണ്ട് ജൂനിയർ ബീസ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് തന്നിട്ടുള്ളതാണ് ഈ 2-2.5 മാസം കൊണ്ട്. അടുത്ത HDFCയുടെ മൊമെൻറ്റ് എല്ലാ കാലത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ്. SCLI ETF, ഇത് ICICIയുടെ പ്രുഡൻഷ്യലിൻ്റെ ആണ്. അപ്പോൾ ഇത് എല്ലാ കാലത്തും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ്. അടുത്തത് നിഫ്റ്റി 100 ലോ വോളട്ടൈൽ 30 ETF, ഇതും നമുക്ക് എല്ലാ കാലത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ 1 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് 33% കേട്ടോ. ഭയങ്കരമായിട്ട് റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നതല്ല, 33% മോശമൊന്നുമില്ല, അങ്ങനെ ഭയങ്കരമായിട്ട് റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്ന ഒരു ETF അല്ല അതൊന്നും. ഇനി ഒരു കാര്യം ചെയ്യാം, ബാക്കിയുള്ളതിൽ നമുക്ക് എല്ലാ കാലത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ETFകൾ ഞാനൊരു നീല കളർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും ഈ വീഡിയോ നീണ്ടുപോകും, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേറെ ഒരു പാർട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്, കാരണം ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ETF കിട്ടിയിട്ടുമുണ്ട് അല്ലേ, ലെങ്തി ആയിട്ടുണ്ട് കിട്ടും. അപ്പോൾ ഈ ETFകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതിൽ ഒരു വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടിയിട്ടുള്ള ETFകൾ ഏതാണെന്ന് ഒന്നും കൂടെ സോർട്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒരു വർഷം ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടിയിട്ടുള്ള നീല കളറിലുള്ള ETF നോക്കുക. ഈ ഒരു ETF നിങ്ങൾക്ക് എല്ലാ കാലത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ETF ആണ്. ഇതിൽ ഏറ്റവും ടോപ്പ് 10 ഞാൻ പറയാം. മോട്ടിലാൽ ഓസ്വാളിൻ്റെ മോ വാല്യൂ എന്ന് പറയുന്ന ETF, കൊട്ടക്കിൻ്റെ ആൽഫ എന്ന് പറയുന്ന ETF, ഇപ്പോൾ 2 ETF ആയി. ICICIയുടെ മൊമെൻറ്റം 230 ETF, അതായത് മോം 30I ETF എന്ന് പറയും, 3 എണ്ണമായി. HDFCയുടെ മൊമെൻറ്റ് ETF, ഇത് രണ്ടും ഒന്നാണ് കേട്ടോ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പരിഗണിച്ചാൽ മതി. മോട്ടിലാൽ ഓസ്വാളിൻ്റെ സെയിം തന്നെ മോ മൊമെൻറ്റം എന്ന് പറയുന്ന ETF, അപ്പോൾ ഇത് 3 ഒന്നാണ്, അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് പരിഗണിച്ചാൽ മതി. അടുത്ത് ICICI B22 ആ ETF, അത് എൻ്റയർലി ഡിഫറൻ്റ് ആണ്, അത് പരിഗണിക്കാം. അടുത്ത് നെക്സ്റ്റ് 50 നിഫ്റ്റി 50 കഴിഞ്ഞിട്ടുള്ള അടുത്ത 50 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് ടോപ്പിൽ വരുന്നുണ്ട്. അടുത്തതും SBIയുടെ നെക്സ്റ്റ് 50 ആണ്, അപ്പോൾ അത് പരിഗണിക്കണമെന്നില്ല. ജൂനിയർ ബീസ് അടുത്തതും അത് തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് എക്സ്പെൻസ് റേഷ്യോ ടിക്കറ്റ് ടൈപ്പിൽ നോക്കുക, എന്നിട്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അടുത്തത് ആൽഫ ETF ആണ്. ആൽഫ ETF നിഫ്റ്റിയുടെ ആ 200 മൊമെൻറ്റത്തിൽ വരുന്ന 30 കമ്പനികൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മൊമെൻറ്റ് എന്ന് പറയുന്ന ETF, അതായത് HDFC മൊമെൻറ്റ്, മോം 30I50, അതെല്ലാം ETF, അതെല്ലാം നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. അടുത്തത് വ്യത്യസ്തമായ മറ്റൊരു ETF മോം 100 ആണ്, അതായത് മിഡ് ക്യാപ്പ് 100 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മിഡ് ക്യാപ്പ്, മോട്ടിലാൽ ഓസ്വാളിൻ്റെ ആണ്, അത് പരിഗണിക്കാം. പിന്നെ മിഡ് ക്യാപ്പെല്ലാം നമ്മൾ മിഡ് 150 ഒരുപാട് പരിഗണിച്ചാണ്, അതിവിടെ വരുന്നുണ്ട്. HDFCക്ക് വരുന്നുണ്ട്, മിറായി അസറ്റിന് വരുന്നുണ്ട്, ICICIക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം പരിഗണിക്കാം കേട്ടോ, ഒരെണ്ണം പരിഗണിക്കാം. മിഡ് ക്യാപ്പ് ETF നടിച്ചാൽ മതി. അടുത്തത് മിഡ് 150 ബീസ് നിപ്പോൺ ഇന്ത്യയുടെ, അത് പരിഗണിക്കാം. അതും ഈ മിഡ് ക്യാപ്പ് ETF എല്ലാം സെയിം ആണ്. ഇനിയിപ്പോൾ പരിഗണിക്കാവുന്ന മറ്റൊരു ETF മോ ക്വാളിറ്റി എന്ന് പറയുന്ന ETF ആണ്. മോട്ടിലാൽ ഓസ്വാളിൻ്റെ മോ ക്വാളിറ്റി എന്ന് പറയുന്ന ETF ആണ്.
അടുത്ത ഒരു നീല കളറ് മിഡ് ക്യാപ്പ് 150 ക്വാളിറ്റി 50 ETF ആണ്. അത് മിഡ് ക്യാപ്പ് തന്നെയാണ്, അതുകൊണ്ട് നമുക്കധികം പരിഗണിക്കേണ്ടതില്ല. നമ്മൾ മുകളിൽ പരിഗണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 150 മിഡ് ക്യാപ്പ് കമ്പനികളിൽ 50 എണ്ണത്തിൽ മാത്രമാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലും വേണമെങ്കിൽ പരിഗണിക്കാം. പിന്നെ MNC ETF ഒക്കെ ഉണ്ട്, ഇതൊക്കെ സെക്ടോറിയലാണ്. പിന്നെ പരിഗണിക്കാവുന്ന മറ്റൊരു ETF മിറായി അസറ്റിൻ്റെ S&P 500 ടോപ്പ് 50 ETF ആണ്. ഇത് പരിഗണിക്കാം കേട്ടോ. മാസ് ടോപ്പ് 50 എന്ന് പറയും. ഇതൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് നല്ല റിട്ടേൺ കിട്ടിയിട്ടുള്ളതാണ്. അടുത്ത SBIയുടെ നിഫ്റ്റി കൺസപ്ഷൻ ETF ഉണ്ട്. അതൊന്നും നമുക്ക് എല്ലാ കാലത്തും പരിഗണിക്കാൻ പറ്റില്ല, സെക്ടോറിയലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് ലെങ്തി ആയതുകൊണ്ടാണ് നമ്മൾ വളരെ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏകദേശം നമ്മളൊരു 90% കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും എന്തെങ്കിലും ഉണ്ടോ അവിടെ ഇവിടെയും തെറിച്ച് കിടപ്പുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതിയാവും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നോക്കിയാലും മതി. കൊട്ടക്കിൻ്റെ നിഫ്റ്റി 100 ലോ വോളറ്റൈൽ 30 ETF, ലോ വോൾ 1 എന്ന് പറയും, അങ്ങനെ ഒരു ETF ആണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് പരിഗണിക്കാം. അതൊക്കെ ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 34%. ഭയങ്കരമായിട്ടുള്ള റിട്ടേൺ ഇല്ല. 6 മാസത്തെ റിട്ടേൺ 14% ഉള്ളൂ. ഒരു മാസത്തെ റിട്ടേൺ 7%, ഒരു വീക്കിലെ 2%, പിന്നെ ഒരു ദിവസത്തെ അനക്കമില്ല, റിട്ടേൺ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ETF ഒക്കെ ഉള്ളത്. അപ്പോൾ ടോപ്പിലുള്ള ETFകളാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. മോ വാല്യൂ, ആൽഫ, മോം 30 IETF, HDFC മൊമെൻറ്റ്, മോ മൊമെൻറ്റം, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ICICI B22, നെക്സ്റ്റ് 50. അപ്പോൾ ഇങ്ങനെയുള്ള ETFകൾക്കാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. നെക്സ്റ്റ് 50 IETF, അത് രണ്ടും സെയിം ആണ്. ആൽഫ ETF-ഉം ആൽഫയും സെയിം ആണ്. പിന്നെ മിഡ് ക്യാപ്പിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡ് ക്യാപ്പ് ETF. ഓക്കെ, ബാക്കി ഇതെല്ലാം സെയിം ആണ്. അപ്പം ഇതിലേക്കൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് കേട്ടോ. വീഡിയോ ലെങ്തി ആയതിൽ ക്ഷമ ചോദിക്കുന്നു. കാരണം നമുക്ക് ഇത്രയും ഇൻഫോർമേഷൻസ് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശങ്ങൾ കൊണ്ടും കൂടിയാണ് നമ്മൾ ഇത്രയും എക്സ്പാൻഡ് ചെയ്തത്. ഇനി ഈ ഒരു സെക്ടറിലുള്ള ഇനി വരുന്ന വീഡിയോകൾ ഇത്രയും നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പറയില്ല. ഇത് നന്നായിട്ട് തറവാക്കിയിരിക്കുക. പിന്നെ നമ്മൾ പേര് മാത്രം അങ്ങ് പറഞ്ഞു പോകുള്ളൂ. പേരും ഏകദേശം അതിൻ്റെ ഒരു റിട്ടേണും കാര്യങ്ങളും കാണിച്ച് പെട്ടെന്ന് അങ്ങ് പോവുകയുള്ളൂ. ഇതിപ്പോൾ എക്സലിൽ എങ്ങനെ സോർട്ട് ചെയ്യണമെന്ന് വരെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഞാൻ എങ്ങനെയാണോ ഇത് സോർട്ട് ചെയ്തെടുക്കുന്നത് അതേ സംഭവം തന്നെയാണ് നിങ്ങളെ കാണിച്ച് തന്നിരിക്കുന്നത്. ഞാനിത് ചിലപ്പോൾ 2, 3, 4 മണിക്കൂറുകൾ ദിവസങ്ങളോളമൊക്കെ ഇരുന്ന് ചിലപ്പോൾ ഇതിൽ പണിയെടുക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വീഡിയോ കാണുന്നവർക്ക് അത്രയും ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറവായതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരുപാട് നല്ല ETF നിങ്ങൾക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു നല്ല ഇൻഫോർമേഷനുമായിട്ട് വീണ്ടും വരാം. നിങ്ങൾക്ക് ബോറടിച്ചാലും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത ടോപ്പിക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നല്ലൊരു സ്റ്റോക്കാണ്. അതുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.